ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നോവയിൽ ഞങ്ങൾ മൈസൂർക്ക് ട്രിപ്പ് പോകണം. ഇപ്പോൾ എന്താണ് രാത്രി 11 മണിക്ക് നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ വൈകിട്ട് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഡാൻസൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. നമ്മളെ കാട് പോലത്തെ വഴി കൂടെ ഞങ്ങൾ വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചാടിക്കാൻ കയറി. ഇപ്പോൾ രാവിലെ എത്തിയിങ്ങനെ മൈസൂരിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ എത്താനായിക്കണേ, കുറച്ചുകൂടി ഉള്ളൂ. പോയോണ്ടിരിക്കുകയാണ്, കാടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ആ മൈസൂർക്ക് പോകണമെങ്കിൽ കുറച്ച് മൃഗങ്ങളൊക്കെ കണ്ടു. കാട് കുറച്ച് കഴിഞ്ഞിട്ട് മൈസൂർ ഞങ്ങൾ എത്തി. നമ്മൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പങ്കിടാം. മൈസൂരെത്തി ഫുഡ് കഴിക്കാൻ പോകണം. മൈസൂരിൽ ഇതാ മകൾ പാലസ് കേജാവിൻ്റെ ഷൂട്ട് ചെയ്യാറ്. അവിടെ ആ പോണ വഴിക്കൊഴി പട്ടുകാരുണ്ട്. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രായമില്ലാതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണത്. ഇവിടെ ചെറിയ വണ്ടിയിലൊക്കെ ഇങ്ങനെ തട്ടിയാണ് പോയെ. ഫാസ്റ്റ് ഫുഡ് പറഞ്ഞിട്ട് ഇതിൻ്റെ അപ്പോൾ കഴിക്കാൻ എന്താ വെച്ചാൽ പൂരി ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, വട ഉണ്ട്. അവിടെ വടയെന്ന് ഞാൻ പറയാം, പരിപ്പ് വട ഉണ്ട് അവിടെ. പിന്നെ റൈസും ഉണ്ട് കേട്ടോ, ബിരിയാണി റൈസും ഉണ്ട്. അപ്പോൾ ബിരിയാണി റൈസാണ് കുറച്ച് പേര് ഓർഡർ ചെയ്തത്. ഞങ്ങൾ പൂരി ഓർഡർ ചെയ്തു. കഴിച്ചൊരു അഭിപ്രായം പങ്കുവെക്കാം. ബിരിയാണി റൈസ് കുഴപ്പമില്ല, നോർമൽ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല ബിരിയാണി റൈസ്. പൂരി പറഞ്ഞ ഒരു രക്ഷയില്ല. പൂരിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ പൂരിയാണ് കഴിച്ചത്. ഞങ്ങൾ രണ്ടാൾക്കാരാണ് പൂരി കഴിച്ചത്. ബാക്കിയുള്ളൊരു ബിരിയാണി റൈസാണ് കഴിച്ചത്. പൂരി അടിപൊളിയായിട്ട്. അത് സ്പോട്ട് മറക്കണ്ട. KGF ഷൂട്ടിങ് നടന്ന ആ സ്ഥലത്താണ് ഈ സ്പോട്ട് വരുന്നത്. ഇതാ മകൾ പാലസ് എന്നാണ് KGF സ്ഥലത്തിന് പറയുക. അപ്പോൾ ആ പോണ മീഡിയം എല്ലാവരും കഴിച്ചു നോക്കുക. മൈസൂർ വരുന്നവർ ഫുഡ്. പൂരിക്ക് റേറ്റ് വന്ന് 30 3 ബിരിയാണിക്ക് എത്ര 35 50 കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ KGF. അപ്പോൾ ബൈക്കാണ് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 8 ആളുള്ളത്. അപ്പോൾ 800 പോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് പുറത്തുനിന്ന് വീഡിയോ ഫോട്ടോ എടുക്കാറില്ല, പുള്ളിയിൽ നിന്ന് എടുക്കാറില്ല. അപ്പോൾ ജസ്റ്റ് അവർ കാണാതെ നിർത്തുന്നുണ്ട്. ഇത് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ചായയും ബിസ്ക്കറ്റും ഒരു ചായ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഞങ്ങൾ സൂവിലേക്ക് പോവുകയാണ്. അപ്പോൾ സൂവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് അവിടുത്തെ മൃഗങ്ങൾ ഇതിനൊക്കെ നമുക്ക് പരിചയപ്പെടാം.
അപ്പോൾ സൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ റൂം എടുത്തിട്ട് രാത്രി മൈസൂർ അവിടെ നിന്നാൽ ഫുള്ളായി കാണുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഫുള്ളായി കാണും. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ വന്നിട്ട് അതിനായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ റൂമിലേക്ക് പോയി. എന്നിട്ട് രാവിലെ മാള് കാണാൻ പോയി. എന്നിട്ട് ഞങ്ങൾ ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാൻ പോയി. പള്ളി കഴിഞ്ഞ് വന്നിട്ട് അന്ന് വെള്ളിയാഴ്ച വരെ പള്ളി ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാൻ പോയി. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് 100 രൂപയുടെ വരുന്നത്. ജസ്റ്റ് പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ മുന്നേ ചെരുപ്പ് കൂടിയേക്കും. എന്നാണ് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അവർക്ക്. അപ്പോൾ അവൻ ജസ്റ്റ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ എല്ലാം കണ്ടിട്ട് ചുറ്റി കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ആ റോഡ് സൈഡിൽ വയലിംഗ് ബുക്ക് ഉണ്ടായിരുന്നു. ജസ്റ്റ് അയാളുടെ ഒരു വയലിംഗ് വായിക്കിട്ട് വീഡിയോ എടുത്തു. ആ ബ്രിങ്കാടൻ കാണാൻ ഞങ്ങൾ പോയി. ആ വെള്ളച്ചാട്ടമൊക്കെ ഡീജ പോലെ ആക്കണേ. അപ്പോൾ അത് കാണാൻ പോവുകയാണ്. അപ്പോൾ പോണ ഭാഗങ്ങളായിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി വിഷയങ്ങൾ പങ്കെടുക്കും. അപ്പോൾ അവിടെ ഞങ്ങൾ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറി. അപ്പോൾ റേറ്റ് വരുന്ന ഒരാൾക്ക് 50 രൂപയാണ് വരുന്നത്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ കയറാൻ്റെ മുന്നേറ്റ് കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി. ആ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഈ രാത്രിയാണ് നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങണത്. അതുപോലെ ജസ്റ്റ് ഒന്ന് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അപ്പോൾ ഡീജയുടെ ആൾക്ക് കുറച്ച് നടക്കണം. അവിടെ വെള്ളച്ചാട്ടമാണ്. ഡീജ വെള്ളച്ചാട്ടമാണ് അവിടെ.
അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്നു. അപ്പോൾ അങ്ങോട്ട് പോണതിന് മുന്നേ കുറച്ച് ഭാഗങ്ങൾ കാണാം. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകാനായിരിക്കണം അങ്ങോട്ട്. അപ്പോൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ്ങിന് വേറെ പൈസ മേടിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ മാത്രമേ ഉള്ളൂ 50 രൂപ. ബോട്ടിങ്ങിന് വേറെ പൈസ നമുക്ക് കൊടുക്കണം ബോട്ടിങ് കയറുമ്പോൾ. അപ്പോൾ ഞങ്ങൾ നടന്നു പോകണം കേട്ടോ. അപ്പോൾ പോകാനായിട്ട് അവിടെ വെള്ളത്തിൽ ബോട്ടിങ് ഉണ്ട്. ലൈറ്റ് കാര്യങ്ങൾ വെച്ചാൽ നല്ല സെറ്റപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരുട്ടായാലും അധികം കാണാത്തതാണ്. ജസ്റ്റ് ഒന്ന് DJ വെള്ളച്ചാട്ടം കാണാൻ പോകത്തെ ഭാഗങ്ങൾ കാണാം. എന്നിട്ട് അവിടെ എത്തിക്ക് ബാക്കിൽ കാണാം. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ട് അപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത ഒരു രക്ഷയില്ല. ആ വെള്ളം തീ പോലെ വരുന്നത് കൊഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം ചാടണം. ഒരു രക്ഷയില്ല. അപ്പോൾ മെയിനായിട്ട് ഇത് കാണാൻ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ 50 രൂപയ്ക്കുള്ള സാധനം ഉണ്ട്. 50 രൂപയ്ക്ക് കാണാനുള്ള സാധനം ഉണ്ട്. 100 രൂപയാണെങ്കിൽ ബാക്കി കാണാൻ പറ്റില്ല. ഇതാണെങ്കിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 50 രൂപ പറയുമ്പോൾ ലാഭമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കാണാം നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്നിട്ട് ആ പോണേക്ക് കുറച്ച് ഫുഡ് കഴിക്കും. എന്നിട്ട് നമ്മുടെ വീഡിയോ അവസാനിക്കണം. അപ്പോൾ മൈസൂരത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ കാണാം. ബൈ ബൈ സഫിസ്റ്റാൻ. ഫുഡ് കഴിച്ച് ഞങ്ങൾ വീഡിയോ അവസാനിക്കാൻ വേണ്ടി. അപ്പോൾ കോഴിക്കോട് എത്തിയിട്ട് ഞങ്ങൾ തട്ടുകടയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അല്ല വിഷമത്തെ എല്ലാവരും തയ്യാറായിരിക്കുന്നു. അന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു വീഡിയോ നാളെ കാണാം. ബൈ ബൈ സഫിസ്റ്റാർ.